I will always choose you. Yes, I'm a mess now, lost with my head down. I haven't heard from you in weeks, you must have left town. I can't go back now, and all that I have now are those feelings I felt knowing that no one else can bring them back out. And I've been trying to find a silver lining, but I can't. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ വെസ്റ്റിനെയും ജസ്റ്റിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ടുള്ള ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് പിതാവേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുന്നതിനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാകമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി ഇവരെ സദയം അനുഗ്രഹിക്കണമേ. അബ്രഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, ഇവരെ ദൈവമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് Now that I can't hold you, I wish that I had tried to do more not to lose you. Now that I can't find you, because the second you left, you're the voice in my head scream, what did I do? Now you're gone and all I want is someone like you. 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 It all makes sense now, but I can't repent now. Because I'm stuck like a grave in the space that you left with no reason to get out. And I've been trying
to find a silver lining, but I can't. No, I can't. Now that I can't hold you, I wish that I had tried to do more not to lose you. Now that I can't find you, because the second you left, you're the voice in my head scream, what did I do? Now you're gone and all I want is someone like you, someone like you, someone like you, someone like you, someone like you. And I've been trying to find a silver lining, but I can't. Now that I can't hold you, I wish that I had tried to do more not to lose you. Now that I can't find you, because the second you left, you're the voice in my head scream, what did I do? Now you're gone and all I want is someone like you, 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 someone like you. Now you're gone and all I want is someone like you. ദൈവം കൂടെ നിന്ന് ഇവരെ അനുഗ്രഹിക്കുവാനിടയാകട്ടെ. ഇന്ന് ഇവരെ ഈ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാം എന്നുള്ള എടുക്കുന്ന തീരുമാനം ജീവിതാവസാനം വരെ നിലനിൽക്കുവാനായിട്ട് ഇടയാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ഇടവഴിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ തിരുക്കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കടന്നു വന്നിരിക്കുന്നത് മൂന്നച്ഛന്മാരാണ്. ജോൺസൺ തറയിലച്ഛൻ, അച്ഛന് വിവാഹം ആശീർവദിക്കുന്നത് അച്ഛനാണ്, നടത്തിയിരിക്കുന്ന അച്ഛൻ. അതോടൊപ്പം തന്നെ ഡെവിസ് കിഴക്കന്തലെ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് വചനം പങ്കുവെച്ച് തന്ന് നമ്മളെ അനുഗ്രഹീതമാക്കും. അതോടൊപ്പം തന്നെ റോയി പാലുകുളങ്ങര അച്ഛൻ കുർബാന ചെല്ലുവാനായിട്ടും ഇടയാണ്. ഇവരെ മൂന്നുപേരെയും സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഏറ്റവും പ്രാർത്ഥവമായ രീതിയിൽ ഈ ബലിവേദിയിലേക്ക് ഈ തിരുക്രമങ്ങളിലേക്ക് പ്രാർത്ഥവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രണ്ട് സാക്ഷികൾ വിശുദ്ധായി സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ബെസ്റ്റിനും ജസ്റ്റിനും വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും അനുമോദനങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു. ഇവരെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ദൈവാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
സമാധാനം
സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1-11 വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിലെ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ. യഹൂദന്റെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണകളിൽ വെള്ളം നിറയ്ക്കുകയും എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ അടുത്തുകൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അതറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നെക്കൽ വീഞ്ഞ് ആദ്യം വളർന്നു. അതിഥികൾക്ക് നെക്കൽ പിടിച്ചു കഴിയുമ്പോൾ താഴത്തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മുഖത്ത് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ദൈവകൃപയാണ് ഇന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് വിവാഹിതരാകുന്ന ജസ്രിൻ ബെസ്റ്റിൻ രണ്ടുപേരുടെയും പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിവാഹത്തിലൂടെ ബെസ്റ്റിനെയും ജസ്രിനെയും യോജിപ്പിക്കുന്ന നല്ലവനായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് നന്ദി പറയാം. അനാദികാലം മുതൽ കർത്താവ് ഹൃദയത്തിൽ ഒരുക്കി വെച്ചിരുന്ന വലിയ സ്നേഹത്തിൻ്റെ പദ്ധതിയാണ് ഇന്ന് ഇവിടെ അരങ്ങേറുന്നത്. തീർച്ചയായിട്ടും ബെസ്റ്റിൻ്റെയും ജസ്റിൻ്റെയും മാതാപിതാക്കൾ വർഷങ്ങളായിട്ട് ഇവരെ വളർത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ പ്രാർത്ഥന എന്നും ഉയർന്നിട്ടുണ്ടാകും. ഇവരുടെ ഏറ്റവും സുന്ദരമായ ഭാവിക്ക് വേണ്ടി, ഇവരുടെ തീർച്ചയായിട്ടും ജീവിതാന്തസ്സിന് വേണ്ടി
നല്ല ഒരു ജീവിത പങ്കാളിയെ ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഇന്ന് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരികയാണ്. ഞാൻ ഈ അവസരത്തിൽ ബെസ്റ്റിനെയും ജസ്റിനെയും ഇവിടെ കുടിയിരിക്കുന്ന അച്ഛന്മാരുടെയും ഇവിടെയുള്ള മറ്റെല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ആശംസകൾ നേരുന്നു. സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിക്കാനും മുന്നോട്ട് പോകാനുമായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തിയിൽ വന്ന് ഞങ്ങൾ തിരുവസ്ത്രങ്ങൾ അണിയാൻ നിൽക്കുമ്പോൾ ജോൺസൺ അച്ഛനും റോയിച്ചനും കൂടി എന്നെയാണ് വചന സന്ദേശം പറയാൻ വേണ്ടി ഏൽപ്പിച്ചത്. ഞാനപ്പോൾ ആലോചിച്ച് എന്താ പറയേണ്ടതെന്ന് ഇവരുടെ പേരുകളിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു സന്ദേശം എൻ്റെ ഉള്ളിൽ വന്നു നടന്നു. ജസ്രൻ, ഞാൻ അതിനെ ജീസസ് ഇൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജീസസ് എന്ന വാക്കിൽ നിന്ന് വരുന്നു. ജീസസ് ഇൻ, ഈശോ ജീവിതത്തിൽ ഉള്ളിൽ എന്നാണ്. ബെസ്റ്റ് ഇൻ, ഏറ്റവും നല്ലത് ഉള്ളിൽ എന്നുള്ളതാണ്. ഞാനിത് രണ്ടും കൂടി ചേർത്ത് വെച്ചപ്പോൾ ജീസസ് ഇന്നായി കഴിഞ്ഞാൽ ബെസ്റ്റ് ഇന്നും ഔട്ടുമാണ്. അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഇന്നത്തെ ഒരു സന്ദേശം. നമ്മളിന്ന് സുവിശേഷം വായിച്ചു കേട്ടു. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോയി. ഒരു ബുദ്ധിമുട്ട് നൽകുന്ന സാഹചര്യം വന്നു. ആ ബുദ്ധിമുട്ടുന്ന സാഹചര്യം അവിടെ ഇല്ലാതെ കാലത്ത് എങ്ങനെയാണ്? ഈശോ വന്നപ്പോഴാണ്. ഈശോ അവിടെ വന്നു. അമ്മ, പരിശുദ്ധ അമ്മ ഈശോയോട് ചെന്ന് കാര്യം അവതരിപ്പിച്ചു. ഈശോ അവിടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ഇനി അങ്ങനെ വീഞ്ഞാക്കി മാറ്റപ്പെട്ട പുതിയ വീഞ്ഞ് കൊണ്ടുചെന്ന് കൊടുത്തപ്പോൾ ആ അവിടെ സ്വീകരിച്ചവർക്ക്, അത് കുടിച്ചവർക്ക് മനസ്സിലായി ഇത് മേൽത്തരം വീഞ്ഞാണ്. നേരത്തെ അവർക്ക് വിളമ്പിയ വീഞ്ഞിനേക്കാൾ ബെസ്റ്റായിട്ടുള്ള വീഞ്ഞാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈശോ ഇടപെട്ടാൽ ഏറ്റവും ബെസ്റ്റായിരിക്കും പിന്നെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് ഇന്ന് ബെസ്റ്റിനോടും പിന്നെ ജസ്റിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈശോയെ ഉള്ളിൽ പ്രവേശിപ്പിക്കുക, എല്ലാം ഏറ്റവും ബെസ്റ്റാവും. നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ ഈശോയെ പ്രവേശിപ്പിക്കുക. ഈശോയോടൊത്തുള്ളൊരു യാത്ര നിങ്ങൾ പുത്തനായിട്ട് ആരംഭിക്കുകയാണ്. വിവാഹം രണ്ടുപേർ തന്നെയല്ല, 3 പേരും കൂടെയാണെന്ന് ഫുഡ് ആൻഡ് ടേസ്റ്റിംഗ് നഗരത്തിൽ പറഞ്ഞുകൊണ്ട് ഓർമ്മയിലുണ്ട്. ഈശോയെ കൂട്ടിച്ചേർക്കുക, ഈശോയോട് ചേർന്ന് നിങ്ങൾ നടക്കുക. ഇനി ഈശോയുടെ സ്നേഹം അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിറയും. ഈശോയുടെ സ്നേഹം എന്താണ്? കുരിശിലുള്ള സ്നേഹമാണ്, തന്നെ തന്നെ പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്. ഈശോ നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അന്ന് സ്വാർത്ഥമായിട്ടുള്ള ആ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ എല്ലാം ഭംഗിയാകും, ഏറ്റവും മനോഹരമാണ്. സ്നേഹമാണ് ഏറ്റവും നല്ലതിന് പുറത്തെടുക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ വിവാഹത്തിന്റെ കടമകളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് നിർവഹിക്കാൻ കഴിയട്ടെ. നല്ല മക്കളെ ദൈവം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല കുടുംബത്തെ നയിക്കാനുള്ള ശേഷിയും പ്രാപ്തിയും കൃപയും നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ആശംസകൾ നേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ത്യാഗപൂർവമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിൽ വാങ്ങുന്ന ആത്മീയത്തിനായി സർക്കാരെയും ശരിക്കും മനസ്സിലായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ പൗരരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭിനയത്തെ തീപിടിച്ചായി പരസ്പര വിശ്വസ്തയോടും ശാരീരിക വിശുദ്ധിയോടുകൂടി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായ കല്യാണത്തിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ ബോധപരമായി ചികിത്സയായി നിന്റെ സഹായത്തെ ആശ്രയിച്ചും ദിവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനയായി ജീവിക്കുക. നമുക്കെല്ലാവർക്കും നമ്മെ പിതാവിനും വിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ദൈവമേ, ഒരുവരുമാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിധികരണം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ
പോകുന്നു. ഈ ഉദാസ യോഗങ്ങൾ പ്രകാരം ചെയ്യുന്നതിന് പുരോഹിതത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നു. നമുക്കെല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടുകൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന്റെ ജീവന സഖി നൽകിയതുപോലെ അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാസ് യോഗ്യതയോടെ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ സജ്ജനാക്കണമേ. അങ്ങയുടെ കൃപാവരം സർവ്വമാർഗ്ഗത്തിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടൊത്ത് പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജസ്റ്റിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജസ്റ്റിൻ വിശുദ്ധാത്മാവോ തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടി വെസ്റ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത് ചേർന്നിരിക്കുകയും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. കുരിശുമരണം വഴി തിരുസഭയെ പൊതുവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരോപിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആസ്വദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ കാര്യം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ പ്രതിപാദത്തെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ഇതിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശിന് പുറത്ത് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ നിരന്തരമായി അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മൗലിക വസ്ത്രത്തിൽ വെച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മൗലിക വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ കൽപ്പിച്ച് ആശീർവാദം സ്വീകരിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് അവരെ വിശുദ്ധമാർഗത്തിൽ നയിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ.
അവിടത്തേക്ക് സ്തുതിയും പ്രതലതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യനാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും To Jesus I surrender, all to Thee I freely give. I will ever love and trust You in Your presence daily live. I surrender all. I surrender all to Thee, my blessed Savior. I surrender all. All to Jesus I surrender, Lord. I give myself to Thee. Fill me with Your love and power. Let Your blessing fall on me. I surrender all. I surrender all to Thee, my blessed Savior. I surrender all. All to Jesus I surrender now. I feel Your sacred flame. Oh, the joy of full salvation. Glory, glory to Your name. I surrender all. I surrender all to Thee, my blessed Savior. I surrender all. I surrender all. I surrender all. I surrender all to Thee, my blessed Savior. I surrender all to Thee, my blessed. All to Thee, my blessed Savior. I surrender കർത്താവേയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലുവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി
നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സദാ സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറ്റ് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കൾ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മടവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവതുമാരായ നിങ്ങളെയും ഈ ദിനകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോൾ എപ്പോൾ എന്നേക്കും. വിശദീകരണത്തിന്റെ പരിമിതമേ സ്വസ്തി. വിവാഹമെന്ന കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതത്തിന് ആരംഭം കുറിക്കുന്ന മെസ്റ്റിനും ജസ്രിനും ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരുടെയും കുടുംബാംഗങ്ങളുടെയും മിത്രാദികളുടെയും പേരുള്ള അനുമോദനവും പ്രാർത്ഥനാശംസ സ്നേഹപൂർവ്വം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആശംസ അറിയിക്കാനും വേണ്ടി എത്തിച്ചേർന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നന്ദിയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ talk me down, tell me everything's alright. Call me back, say that it's all in my mind. 'Cause I'm running round in circles, trying so hard to convince myself that you're asleep alone in your bed. So save me from my misery, I'll drown in this uncertainty. Just tell me that it's all in my head. I was ready to fall in love with somebody and love somebody like you. I was holding on for far too long, 'cause nothing's all that I ever knew. I'm still in love with you, without you. Take it back, all the words you said laying in my arms. If you didn't mean them, 'cause my heart don't work like that. 'Cause I'm running out of reasons, trying so hard to believe in all the promises you made in the dark. 'Cause when you had me in your orbit, you said only I could solve it. Then you left as soon as I fell apart. I was ready to fall in love with somebody and love somebody like you. I was holding on for far too long, 'cause nothing's all that I ever knew. I'm still in love with you, without you. And you told me to be patient, and I was patient for you, patient for you. And you told me to keep waiting, and I waited for you, only for you. I was ready to fall in love with somebody and love somebody like you. I was holding on for far too long, 'cause nothing's all that I ever knew. I was ready to fall in love with somebody and love somebody like you. I was holding on for far too long, 'cause nothing's all that I ever knew. I'm still in love with you, without you. I'm still in love with you, without you. Darling, just dive right in. Follow my lead. I found a girl, beautiful and
ദൃഢവാഗ്ദാനമൊക്കെ നൽകി രണ്ടുപേരും പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നേരത്തെ എൻട്രൻസിൽ കൊടുത്തതിനേക്കാളും ഓഫ് കോഴ്സ് എൻട്രൻസിൽ ഒരു ഗംഭീര സ്വീകരണം തന്നെയായിരുന്നു. അതിലും ഒരു ഡബിൾ സ്ട്രോങ്ങിൽ എല്ലാവിധ വിഷസ് അറിയിച്ചുകൊണ്ട് ഒരു അടിപൊളി കൈയ്യടി കൊടുത്തേ എവരിവൺ. യെസ്. എനിക്കറിയാം ഇന്നിവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, കസിൻസ്, റിലേറ്റീവ്സ് ഒക്കെയാണ് ഇവിടെ ഒരു സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കപ്പിളിനെ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? എല്ലാവരുടെയും ഫേസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളാണ്. എന്നാലും ഇന്നത്തെ ഒരു ബിഗ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഫോർ എ ഫോർമാലിറ്റി നിങ്ങൾക്ക് മുൻപിലായി ഞാൻ നമ്മുടെ കപ്പിളിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യെസ്, അവർ ഹാൻസം ഗ്രൂം മിസ്റ്റർ Basting Raju, son of Mr. Raju A.K. and Mrs. Shaili Raju, and he's from Arumbulai family. Arumbulai family Raju Shaili ദമ്പതികളുടെ 3 ആൺമക്കളിൽ ഏറ്റവും വലിയ മകനാണ് നമ്മുടെ ഗ്രൂം. ആൻഡ് he is working as a software engineer at TCS. ആൻഡ് നമ്മുടെ ഗ്രൂമിനെ പറ്റി കുറച്ചധികം ഇൻട്രോ എനിക്ക് പറയാനായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെസ്റ്റിനെ പറ്റി. എല്ലാവരുടെയും തന്നെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഗ്രൂം. സ്വന്തം കാര്യങ്ങളെക്കാൾ കൂടുതൽ ഫാമിലിക്ക് വേണ്ടി, യെസ്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ഒരാളാണ് നമ്മുടെ ഗ്രൂം. സോ പിന്നെ പറയാനായിട്ടുള്ളത് നമ്മുടെ ബ്രദേഴ്സ് 2 പേരാണുള്ളത്. എല്ലാവർക്കും അറിയാം നമ്മുടെ ഗ്രൂമിന് 2 ബ്രദേഴ്സാണുള്ളത്. അപ്പോൾ ബ്രദേഴ്സിൻ്റെ ഒക്കെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ബെസ്റ്റ്. അതോടൊപ്പം തന്നെ അവരുടെ യെസ് വൈഫ് അല്ലെ, ചേച്ചിമാർ, ബെസ്റ്റിൻ്റെ ചേച്ചിമാർക്കൊക്കെ ആയാലും ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ യെസ് ഗ്രൂം ബെസ്റ്റി. സോ എനിക്ക് ജസ്റ്റിനോട് പറയാനായിട്ടുള്ളത് റിയലി ലക്കിയാണ്. യെസ് അല്ലേ, നമ്മുടെ ബ്രൈഡ് റിയലി ലക്കിയാണ് ഇങ്ങനെ ഒരാളെ തൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടിയത്. റിയലി ലക്കി തന്നെയാണ്. സോ ഞാൻ ജസ്റ്റിനോട് ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും റീസൺസ് ഒക്കെ നമുക്കറിയാം. നമ്മുടെ ഗ്രൂമിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയാം. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്കറിയേണ്ടത് എന്തായിരുന്നു ജസ്റ്റിൻ ബെസ്റ്റിനെ തൻ്റെ ലൈഫ് പാർട്ട്ണറായി സെലക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു റീസൺ, ആ ഒരു സ്പെഷ്യൽ സ്ട്രൈക്കിംഗ് റീസൺ എന്തായിരുന്നു അറിയാനായിട്ട് ആഗ്രഹമില്ലേ? ഒന്ന് ഷെയർ ചെയ്യാമോ? അതിന് അവര് നല്ലൊരു കൈയടിയാവും അല്ലേ? നമ്മുടെ ബ്രൈഡ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, മെച്ചൂർഡ് ആയിട്ടുള്ള, ലവബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ഗ്രൂം. അപ്പോൾ നല്ല കൈയടി നമ്മുടെ ഗ്രൂമിന് വേണ്ടി, ബെസ്റ്റിന് വേണ്ടി എല്ലാവരും. ആൻഡ് ബ്യൂട്ടിഫുൾ ബ്രൈഡ്, നമ്മുടെ ബ്രൈഡിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യെസ്, ഇപ്പോൾ മിസ്റ്റർ മിസീസ് ആയിരിക്കുന്നത് അല്ലേ? സോ ഹൗ യു ഫീൽ നൗ? ഹാപ്പിയാണോ? യെസ്, ഒത്തിരി ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ് അല്ലേ? പുതിയൊരു ലൈഫിലേക്ക് കിടക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്ക് കാണാം. സോ ഞാൻ നമ്മുടെ ബ്രൈഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജസ്റ്റിൻ പോൾസൺ, ഡോക്ടർ ഓഫ് മിസ്റ്റർ പോൾസൺ ആൻഡ് മിസിസ് ജെസി പോൾസൺ, ആൻഡ് ഷീസ് ഫ്രം പലയൂർ ഫാമിലി. പലയൂർ ഫാമിലിയിലെ പോൾസൺ ജെസി ദമ്പതികളുടെ 2 പെൺമക്കളുള്ള ഒരാളാണ് നമ്മുടെ ബ്രൈഡ്. ആൻഡ് ഷീസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. അപ്പോൾ നല്ല കൈയടി നമ്മുടെ ബ്രൈഡിന് വേണ്ടിയും. ഇവിടെ ജസ്റ്റിനെ പറ്റി പറയാനായിട്ടാണെങ്കിലും ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ തന്നെയാണല്ലേ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഗ്രൂം എങ്ങനെയാണ് അതുപോലെ തന്നെ അത്രയും തന്നെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, ലവബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ബ്രൈഡ്. ആൻഡ് ഇവരെ എന്തായിരുന്നു ജസ്റ്റിന് ആ ഒരു റീസൺ, നമ്മുടെ ബ്രൈഡിനെ തൻ്റെ ലൈഫ് പാർട്ട്ണറായി സെലക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു റീസൺ എന്താണ്? ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, കാണാനായിട്ട് നല്ല സുന്ദരിയാണ് അല്ലേ നമ്മുടെ ബ്രൈഡ്? ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു വൺ സ്പെഷ്യൽ സ്ട്രൈക്കിംഗ് റീസൺ എന്തായിരുന്നു? ഒന്ന് ഷെയർ ചെയ്യാമോ? എപ്പോഴും സംസാരിക്കുന്നതിന് ഫുൾ ചിരിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നിയത്. പിന്നെ നല്ലതായിട്ടുള്ള ഒരു സംസാരം നല്ലതായിട്ട് നല്ലൊരു കൈയടിയാവാം. 2 പേരും മെയിൻ ഫോർ ഈച്ച് നമ്മൾ തന്നെ പറയാം. ആ ഒരു പെർഫെക്റ്റ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച് ആ ഒരു പെർഫെക്റ്റ് ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷത്തിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് 2 പേരെയും
ഈ ഒരു ഹാപ്പിയസ്റ്റ് മൗണ്ടിലേക്ക് എത്തിച്ചതിൽ തീർച്ചയായിട്ടും ഇരുവരുടെ ഫാമിലി മെമ്പേഴ്സിന് വളരെയേറെ പങ്കിടാറുണ്ട് അല്ലേ? നമ്മുടെ കപിലിന് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം അതിനെ തന്നെ മനോഹരമായിട്ട് സമ്മാനിച്ച വ്യക്തികളാണ് രണ്ടുപേരുടെ ഫാമിലി എന്ന് പറയുന്നത്. അവരില്ലാതെ ഈ ഒരു ഡേ ഇൻകംപ്ലീറ്റ് ആണ്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ഫാമിലി മെമ്പേഴ്സിന്റെ പ്രസൻസ് തന്നെയാണ്. ഒട്ടും വൈകാതെ രണ്ട് കുടുംബാംഗങ്ങളെ കൂടി നമുക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ഏറ്റവും ആദ്യം തന്നെ ഗ്രൂമിന്റെ ഫാമിലിയെ സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. So I would like to welcome our groom's parents onto the stage for the Mr. Raju A.K. and my name is Shriley Raju. ഇവിടെ ഒരു ഗ്രൂമിന് രണ്ട് ബ്രദേഴ്സ് ആണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂമിന്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടുപേര് എല്ലാത്തിനും കൂടെ ഇങ്ങനെ സപ്പോർട്ട് ആകുന്നത് രണ്ട് ബ്രദേഴ്സ്. ഏറ്റവും ആദ്യം തന്നെ വെൽക്കം യാത്ര ബ്രദർ മിസ്റ്റർ ബ്ലേസൺ and his wife Mrs. G.C. Blazer. ഒരു നല്ല കൈയ്യടിയാവാം everyone and his son Eric please. Yes, I welcome our groom's younger brother Mr. Blazer, son Raju and his wife G.C. Blazer and his son Eric please. And yes, ഒരു ബ്രദറിനെ കൂടി വെൽക്കം ചെയ്യാനായിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ തന്നെ വെൽക്കം മിസ്റ്റർ ബിപിൻ രാജു ആൻഡ് ഹിസ് വൈഫ് മിസസ് പ്രിയ ബിപിൻ ആൻഡ് ഹിസ് സൺ ടാലു എക്സു ബിപിൻ. എവരിവൺ നല്ല കൈയ്യടിയാവാം. എന്താണ് ടെസ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്? നമ്മുടെ എന്താ പറയുക, അവൻ്റെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒരാളാണ്. സോ നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ തൊട്ട് അവൻ അങ്ങനെയാണ്, അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. സോ വിഷ് ദം ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദെയർ ലൈഫ്, മാരീഡ് ലൈഫ്. എല്ലാവരുടെ അനുഗ്രഹങ്ങളും പാടും. Yes, thank you so much. And Jyotika, second brother, എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ബ്രദർ തമ്മിലൊരു 1 year ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഒരു വയസ്സിനുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടാകും. ബെസ്റ്റിനെ പറ്റി ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാമോ? എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുണ്ട് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി പ്ലീസ്. ഞങ്ങൾക്കൊരു 5 years ഡിഫറൻസ് ഉണ്ട്. ഞാനും എൻ്റെ എൽഡർ ബ്രദറും തമ്മിൽ 1 year ഡിഫറൻസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവനായിരുന്നു കുഞ്ഞുവാ. ഞങ്ങളുടെ ചെറുപ്പത്തിലൊരു വിനോദം വെറുതെ വരട്ടാം. അപ്പോൾ എനിക്കറിയാം, പെട്ടെന്ന് അറിയുന്ന കൂട്ടത്തിലായിരുന്നു. ഇമോഷണലി പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നൊരു സ്വഭാവമായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അവനവരുടെ പ്രയോറിറ്റീസിനെക്കാളും അവന് ഇഷ്ടമുള്ളവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായി പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. സെൽഫ് പറഞ്ഞ പോലെ പ്ലസ് ജസ്റ്റ് ഭയങ്കര ലക്കിയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായത് ബെസ്റ്റ് ഭയങ്കര ലക്കിയാണ്. ജസ്റ്റിനെ പോലെ അതുപോലെ തന്നെ ഫാമിലി ഓറിയൻറ്റഡായ വളരെയധികം സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളെ പാടാനായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും സെഷൻ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ബ്രൈഡ് ഫാമിലിക്ക് വേണ്ടി ഒത്തിരി എക്സൈറ്റ്മെന്റോടെ ഇങ്ങനെ പാട്ട് നിൽക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ ബ്രൈഡിന്റെ ഫാമിലിയെ കൂടി സ്വാഗതം ചെയ്യാം. ഒത്തിരി സ്നേഹത്തോടെ ജെസ്സി പോൾസൺ നിറഞ്ഞ കൈയ്യടിയാവാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യുന്നു. Yes, നമ്മുടെ ബ്രൈഡിന്റെയും പാരന്റ്സ് എത്തിയിട്ടുണ്ട്. When the world doesn't look so blue, we'll stare at the end from a bird's eye view. Mountains that stood tall fall down, grass fields climbing over towns, but I'm with you. I know we might be nervous, or could it be more sudden on us?
on us. And now and then I'm wordless and say things that don't make sense. I know that it's love. The world led me to you. You put up with all the stupid things I do. Shooting stars are fun. It may sound a bit bizarre. It made this wish come true. The world could end with you. The world could end with falling. Everything around the city shaking. Clouds are covering up the sun. Water's tied up, towers to the ground, and the sirens go off. Really isn't anywhere to run, but I'm with you. No, we might be nervous and couldn't be more certain on us. And now and then I'm wordless and say things that don't make sense. I know that it's love. The world led me to you. You put up with all the stupid things I do. Shooting stars are fun. It may sound a bit bizarre. It made this wish come true. The world could end with you. The world could end with. Oh, we might be nervous. I couldn't be more certain on us. Now and then I'm wordless, and even if the world ends, it's you. പറയടാ
We love you. അവനോട് തീർന്നേ. യെസ്, പറയാൻ പാടില്ല അല്ലേ? ഓൺലി ആക്ടിങ്, ബൈ ആക്ടിങ് ആണ് കാണിച്ചു കൊടുക്കുന്നത്, പറയാനായിട്ട് പാടില്ല. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിലെ സീനൊക്കെ ആക്ട് ചെയ്യാം. പറയാൻ പാടില്ല, പറയാനായിട്ട് പാടില്ല. ഓക്കെ, ചെറുപ്പത്തിലെ ഫോട്ടോ എത്ര കൊല്ലം മുമ്പത്തേന് ഇങ്ങനെ ഫോട്ടോ 5 കൊല്ലം മുമ്പ് ഇന്റെ ഫോട്ടോ ജസ്റ്റിന്റെ ഫോട്ടോ നിന്നെ പോലെ ചാലക്കുടിയിലെ ആസിഫിൽ നമ്മൾ അവിടെ തന്നെ വിളിക്കുന്നത്. ഇടയ്ക്ക് അവൻ ഞാനും പറയാറുണ്ട്, അത് കൺഫ്യൂഷനായ. Waiting on a day so far away, and my head's in the clouds. If only you were here in my arms again, then I'd never come down. I got you with me, even when you have the world away. When you're gone,
to find my way back to you. Running into the blind, I got you with me, even when you're half the world away. When you're gone, you're still my everything. When you're gone, you're still my everything. When you're gone, you're still my everything. You're still my everything. Sits untold, the coolness of the night will fall. Night speaks its peace with memories of life begun. Would you hold my hand? Would you hold my hand? Just hold my hand. Lights dim and young begin to paint a whole new world. Love, faint and small, some of all become one light. Would you hold my hand? Would you hold my hand? Just hold my hand. Would you hold my hand? 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 Just hold my hand. അവരുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയുമാണ്.
കർത്താവിലൂടെ സീഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ നീ വന്നാലുമേ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമേ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 10 കന്യകമാരുടെ കുമാർ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരുന്നതിനാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ, പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കൂദാശയിൽ ഇവരെ ഒന്നാക്കിയതിന് അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഇവരിൽ സദാ വളർത്തണമേ. ഇവർ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നു. ഇവരുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഇവരുടെ ജീവിതാന്ത്യത്തിൽ അങ്ങേ നേരിൽ കണ്ടാസ്വദിക്കാനുള്ള അനുഗ്രഹം ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. തിരുക്കുടുംബ പ്രതിഷ്ഠ. ഈശ്വര ദൈവമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും അകന്നിരിക്കുന്നവരെയും സമർത്ഥമാണ് ഗ്രഹിക്കണമേ. മനുഷ്യമായ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേ കണ്ടാണ്ടിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. പറഞ്ഞ നമ്മുടെ ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഞങ്ങൾ ഗ്രഹിക്കണമേ. പറഞ്ഞ നമ്മുടെ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശുദ്ധി അവസര പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം. അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നല്ല രൂപനേ, നല്ല ദൈവമേ, നല്ല രൂപനേ, നല്ല ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.